പിടിക്കവനെ. നിക്കടാ അവിടെ, നിക്കാനാ പറഞ്ഞത്. നിക്കടാ അവിടെ. അയ്യോ എന്താ? എവിടെയാടാ എന്റെ കടയിൽ നിന്ന് എടുത്ത പലഹാരം? അയ്യോ ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഒന്നും എടുത്തില്ലെന്നോ? എന്റെ പല്ലല്ലേ. അയ്യോ എന്റെ തലല്ലേ ചേട്ടാ. എവിടെയാടാ എന്റെ കടയിൽ നിന്ന് എടുത്ത പലഹാരം? പറയടാ, അത് പറയാനാ പറഞ്ഞത്. ഓ അതോ, അധികം കഴിച്ചു ചേട്ടാ. കഴിച്ചെന്നോ? കഴിച്ചെങ്കിൽ കാശിങ് എടുക്കണം. കാശിന്റെ കയ്യിലില്ല. ഇല്ലാഞ്ഞിട്ടാ ചേട്ടാ. കാശില്ലെന്നോ? എന്നാ നീ ഇവിടുന്ന് പോകണ്ടാ. അമ്മയോട് നിന്നേ. എന്താ ചേട്ടാ ഇവിടെ പ്രശ്നം? ഇവനെ എന്റെ ചായക്കടയിൽ നിന്ന് പലഹാരം കൊടുത്തു. ഇവൻ പെരുങ്കള്ളനാ. ഓ, ഇതിപ്പോ ഈ കള്ളന്മാരുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാണ്ടായാലോ. ഇവരെയൊക്കെ വെറുതെ വിട്ടാലേ ഇതിലും വലിയ കള്ളത്തിനെ കാണിക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കണ. അമ്മേ അയ്യോ സാറേ, ഇരിക്കില്ല സാറേ. സാറേ അയ്യോ അയ്യോ ഇരിക്കില്ല സാറേ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല സാറന്മാരെ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറന്മാരെ. എന്റെ നല്ലല്ലേ. കുഞ്ഞെ, നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ ഇങ്ങനെ തല്ലുന്നത്? ഇവനെ എന്റെ ചായക്കടയിൽ നിന്ന് പലഹാരം കൊടുത്തു. ഇവൻ പെരുങ്കള്ളനാ. എന്നാലും ഇങ്ങനെ തല്ലുന്നത് ക്രൂരതയാണ്. അച്ഛനച്ഛന്റെ പണി നോക്കണം. ഇങ്ങനെയുള്ള കള്ളന്മാരെ ഒന്ന് വെറുതെ വിട്ടാൽ ശരിയായി. മോനെ നീ ഇന്ന് പോരടാ. ഇനി ആ പാവത്തിന് ഒന്നും ചെയ്യണ്ട. ഏതല്ലേ, ഞാനൊന്ന് പറഞ്ഞതാ നിങ്ങളോട് അവിടെ അടങ്ങിയിരിക്കാൻ. ഇനി കൂടുതലെങ്ങാനും എന്നോട് പറഞ്ഞാണല്ലോ, ഞാൻ അവിടേക്കാനും ഇട്ടിട്ട് പോകും കേട്ടോ. മകനാണല്ലേ, തലതിരിഞ്ഞ് കല്ലെ കണ്ടില്ലേ വികാരം. അച്ഛോ, ഉപദേശമൊക്കെ അങ്ങ് പള്ളി മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ അതിന് വിട്ടോ. വേണ്ട, ഞാൻ പോയേക്കാം. നിങ്ങൾ ചെയ്യുന്നതിന് ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു പള്ളിയിലച്ഛൻ വന്നിരിക്കുന്നു. ഇവൻ കുറെ നേരമായി കടയിൽ വന്ന് പലഹാരം ചോദിക്കുന്നു. ചോദിച്ചപ്പോ കയ്യിലൊരു കാശുമില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഇവനാണ് ശരിയെന്ന്. എവിടെയാണ് കാണിച്ച സാധനം? എടുക്കണ ഇങ്ങോട്ട്. എന്റെ ചേട്ടാ, ഞാനത് കഴിച്ചുപോയി. നാണമില്ലടാ നിനക്ക് മോഷ്ടിച്ച് തിന്നാൻ. വിശന്നിട്ടാ ചേട്ടാ. തീർച്ചയായി മേടിച്ചിട്ട്. ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവന്റെ സഞ്ചി അങ്ങോട്ട് പരിശോധിക്കേ. ചേട്ടാ അതിനകത്തൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഞങ്ങളൊന്ന് നോക്കണ്ടടാ. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊന്നുമില്ല. ഞാനത് കഴിച്ചുപോയി. ഇതെന്തുവാണ് നിന്റെ ഈ സഞ്ചിക്കാത്തത്? മഞ്ഞപ്പൊടിയും മുളകുപൊടിയും. ഇതെന്നതാണ്? മൊബൈലിന്റെ ചാർജർ. അത് വഴിയിൽ കിടന്ന് കിട്ടിയതാണ്. ആ ഇരിക്കട്ടെ. എന്റെ ചാർജറ് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. മോനെ നമുക്ക് പോകാടാ. എനിക്ക് തീർത്തും വയ്യടാ മോനെ. ഒന്ന് അടങ്ങി നിൽക്കുന്നല്ലേ. ഇത്തിരി വഴി ചെന്നെന്ന് പറഞ്ഞ് ഡോക്ടർ എങ്ങും പോവില്ല. പക്ഷേ ഇവരെ ഇപ്പൊ വിട്ടാ പിന്നെ ജീവിതത്തിൽ കിട്ടില്ല. ആ നീ അറിഞ്ഞോ? ഇവിടെ ഒരു കള്ളനെ ഞങ്ങൾ വിളിച്ചു. ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് പോടാ. വന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് പോടാ. ഒരു രസമല്ലേ. ഞാൻ രണ്ടെണ്ണം കൊടുത്തു. ഓക്കെ ഓക്കെ ശരി. എടാ, ഞങ്ങളെ പോലെ ചില മാന്യന്മാര് ഇവിടെ കാവലുള്ളപ്പോ ഒരു കള്ളന്മാരും ഇവിടെ ജീവിച്ചിരിക്കുകയല്ല, അല്ലേടാ? പിന്നെ അല്ലാതെ മോഹൻ ചേട്ടാ, ഒന്ന് നേരെ വിളിച്ചാൽ മതി. ഞാനൊരു സെൽഫി എടുക്കട്ടെ. മോനെ അയാളെ വിടാ. ആ പാവ ഇപ്പൊ ചത്തു. നമുക്ക് പോകാടാ. തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് കൊക്കും. ഇനി മേലിൽ ഇവനീ പണി ചെയ്യുന്നു. വിളിക്കടാ പോലീസിനെ. വേണ്ട ചേട്ടാ, വിട്ടേക്ക്. ഇതുമാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന പിന്നെ വല്ലാത്ത കൊല്ലാപ്പാവും. നല്ല അടിപൊളിയിട്ട് അവനെ പറഞ്ഞു വിട്ടേക്കാം. ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത്. ഈ നാട്ടിൽ നിന്നെ ഇനി കണ്ടുപോകും. നീ കട്ടുതില്ലടാ. ഒന്നും ചെയ്യേണ്ട സാധനം അല്ലല്ലേ.
വിശന്നിട്ട് സാധനം ഇനി ഒരിക്കലും ചെയ്യില്ല. എന്നെ തല്ലല്ലേ, ഇനിയും എന്നെ തല്ലില്ല സാധനമാണ്. വിശന്നിട്ട് എന്റെ സാധനമാണ്, എന്നെ തല്ലല്ലേ. മതിയടാ മതി. ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനു വേണ്ടി സംസാരിക്കാനേ ഇവിടെ ആൾക്കാരുണ്ടാവും. വിട്ടേക്ക്. ഓ, ഈ അമ്മയുടെ കാര്യം മറന്നു. ഈ അമ്മ ഇത് എന്ത് നോക്കിയിരിക്കുക? വരുന്നില്ലേ നിങ്ങൾ? ഇങ്ങോട്ട് വാന്നല്ലേ, വരാനാ പറഞ്ഞത്. അയ്യോ, മോനെ, കൈ ഇറങ്ങിക്കുന്ന പോലെ. മോനെ, നീ എവിടെയായിരുന്നു? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാനും ഇരിക്കുന്നു. അപ്പൊ പിന്നെ അമ്മ, ഞാനിവിടെ വന്നപ്പോ ഉള്ളിയൊന്നും കറിയില്ലായിരുന്നോ. പിന്നെ ദൂരെ പോയി കഴിച്ചോണ്ട് വന്നു. ഇതാ അമ്മ കഴിച്ച്. അമ്മ കഴിക്കണ്ടേ? അമ്മ കഴിച്ചു. മോനെ, നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു. അമ്മ കഴിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിച്ച് കഴിയും. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരസുഖവും ഇല്ല. വെറുതെ ഓരോരോ തോന്നല്, അല്ലാതെന്താ? ഇതുകൂടെ കഴിക്കാമോ? കഴിച്ചേ. മോൻ കഴിക്കും. ഇത് നിന്റെ അമ്മേ, അമ്മയ്ക്ക് ഒഴുകാൻ നീ ഒഴുകിച്ചത്. ആ, അതെ സാർ. അപ്പൊ നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എന്താ നിങ്ങൾ ആരും ചോദിക്കാത്തത്? വിശന്നിട്ടാണോ മോഷിച്ചതെന്ന്? ഒരാഴ്ചയായി എന്റെ സാറ് ഞാനും എന്റെ അമ്മയും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോകാൻ മടിയായിട്ടല്ല, എന്റെ ഹൃദയത്തിന് തകരാറാ സാറേ, അതുകൊണ്ടാണ്. പക്ഷേ എന്റെ അമ്മയെ പട്ടിണി കിട്ട് കൊല്ലാൻ പറ്റുമോ? എന്നെ ഇത്രയും വലുതാക്കിട്ട് എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ വിശപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല സാർ. അതുകൊണ്ട് മാത്രമല്ല, വലിയ ജീവിതമൊന്നും അല്ലെങ്കിലും ഈ മനോഹരമായ ഭൂമിയിൽ ജനിക്കാൻ എനിക്ക് അവസരം തന്നെ എന്റെ അമ്മയല്ലേ സാർ. താനെന്നോട് ചോദിക്കൂ, താനൊരു രോഗിയാണോ? എനിക്കറിയില്ല. എന്റെ ഹൃദയത്തെ കുറിച്ച് ഓർത്ത് സാർ വിഷമിക്കണ്ട. അതിനൊന്നും സംഭവിക്കില്ല സാറേ. കാരണം അതിനെന്റെ അമ്മയുണ്ട്. അമ്മ മാത്രം. പെട്ടെന്നുള്ള ദേഷ്യത്തില്ല. ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യം. സാറേ, പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഹൃദയത്തിനകത്ത് കരുണയില്ലാത്തത് കൊണ്ടാണ് സാറേ. എല്ലാം തെറ്റു ക്ഷമിക്കുന്ന ആളല്ലേ അമ്മ. അമ്മ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കി സാറേ. അപ്പൊ എല്ലാവരെയും മക്കളായിട്ട് കാണാൻ പറ്റും. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും പറ്റും സാറേ. ഈ ലോകത്തിലുള്ളവർക്ക് ആണായാലും ശരി പെണ്ണായാലും ശരി, അവർക്ക് വേണ്ടത് ഒരു അമ്മ മനസ്സാ സാറേ. വിശപ്പിന്റെ വിലയേറിയാവുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അമ്മ മനസ്സ്. വിളിച്ചാൽ വിളിക്കുന്ന, കരഞ്ഞാൽ കണ്ണീര് കൊടുക്കുന്ന ഒരേ ഒരു ദൈവമേ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. ഈ ലോകം മുഴുവൻ കെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ സുഖം അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കാത്തിരിക്കുന്ന അമ്മയെ എപ്പോഴും അഭിനന്ദിക്കുക. കാരണം ചിലർക്ക് കഴിക്കാൻ ആഹാരവും ചിലർക്ക് അമ്മയും ഉണ്ടാവാറുണ്ട്. സ്നേഹത്തോടും